ഹലോ എവറി വൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊബൈൽ അഡിക്ഷൻ എന്നുള്ളതാണ്. പേടിക്കണ്ട, ഈ വീഡിയോ മൊബൈൽ യൂസ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. എന്താണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ, എങ്ങനെയാണ് നമുക്കത് മാറ്റാൻ പറ്റുക, എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്കതില്ലാതെ നമുക്ക് പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. കാരണം നമ്മളുടെ വർക്ക് ആണെങ്കിലും പഠിത്തമാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ചെയ്യുന്നത് മൊബൈൽ ഫോൺസിലൂടെ. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുന്നത് ഇപ്പോൾ മൊബൈൽ ഫോൺസിലൂടെയാണ്. സോ 1973 മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന പേഴ്സണാണ് ആദ്യമായിട്ട് എന്ത് കണ്ടുപിടിക്കുന്നത്, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. സോ ഈ മൊബൈൽ ഫോൺ ആക്ച്വലി ഒരു ഡബിൾ എഡ്ജഡ് സ്വോർഡാണ്. അതായത് ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ്. ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. മൊബൈൽ ഫോൺസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ലിസ്റ്റ് തന്നെ പറയാനായിട്ട് പറ്റും. കാരണം മൊബൈൽ ഫോൺസിലൂടെയാണ് നമ്മളിപ്പോൾ മോസ്റ്റ്ലി എല്ലാ കമ്മ്യൂണിക്കേഷൻസും ചെയ്യുന്നത്, അല്ലേ? വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് കണക്ടിവിറ്റി ഉണ്ട്. നമ്മളുടെ സോഷ്യൽ ലൈഫ് ഫുള്ളും ഇപ്പോൾ എങ്ങനെയാണ്, മൊബൈൽ ഫോൺസിലൂടെയാണ്. കാരണം നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കുന്നത് മൊബൈൽ ഫോൺസിലാണ്. കൊറോണയൊക്കെ വന്ന ടൈമിൽ നമ്മളുടെ പഠിത്തം മുഴുവൻ എവിടെയായിരുന്നു? മൊബൈൽ ഫോണിലൂടെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാടധികം ആപ്പുകൾ നമുക്ക് മൊബൈലിൽ അവൈലബിൾ ആണ്, വിച്ച് ഇസ് വെരി ഹെൽപ്ഫുൾ ഫോർ അവർ ലൈഫ്. നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ GPS ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മൊബൈൽസിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ പേയ്മെൻറ്റുകളെല്ലാം ഇപ്പം നമ്മൾ മൊബൈലിലൂടെയാണ് ചെയ്യുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള ആപ്പുകൾ യൂസ് ചെയ്ത് എല്ലാം നമ്മൾ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ നമ്മളുടെ ഷോപ്പിങ്ങുകളെല്ലാം നമ്മളിപ്പോൾ ഫോണിലാണ് ചെയ്യുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് മോസ്റ്റ്ലി ചെയ്യുന്നത്. ദെൻ നമ്മളുടെ വയർലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണ്, പോർട്ടബിൾ ആണ്. മൊബൈൽ ഫോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊണ്ട് നടക്കാനും അത് ഉപയോഗിക്കാനും കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. വേറെ എവിടെയോ നടക്കുന്ന കാര്യങ്ങൾ വരെ നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് മൊബൈൽ ഫോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാടധികം അഡ്വാൻറ്റേജസ് നമ്മളുടെ മൊബൈൽ ഫോൺസിനുണ്ട്, ഇല്ലേ? ഇനി എന്തൊക്കെയായിരിക്കും നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? നമ്മളുടെ സമയം നമ്മൾ ഒരുപാടധികം ചിലവഴിക്കുന്നത് എന്തിലാണ്? മൊബൈൽ ഫോണിലാണ്. അത് പൊതുവെ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും ഒരു നോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും മൊബൈൽ എടുക്കുന്നുണ്ടായിരിക്കുക. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓർമ്മ വരിക, അയ്യോ നമ്മളത് നോക്കാനാണല്ലോ മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ബിക്കോസ് നമ്മൾ വല്ല റീൽസ് കാണുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് സ്ക്രോൾ ചെയ്ത് പോകും. നമ്മൾ ഈ ഫോൺ നോക്കുന്ന സമയത്ത് നമുക്ക് സമയം പോയതേ അറിയില്ല. സോ നമ്മളുടെ ഒരുപാടധികം സമയം എവിടെ വേസ്റ്റായി പോകുന്നുണ്ട്? മൊബൈൽ ഫോണിൽ വേസ്റ്റായി പോകുന്നുണ്ട്. എന്ന് വെച്ച് മൊബൈൽ ഫോൺ നോക്കുന്നത് മുഴുവൻ ടൈം വേസ്റ്റ് ആണെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. മൊബൈൽ ഫോൺസ് നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് അതിൻ്റെ യൂസാണ്. അങ്ങനെ അല്ലാതെ വെറുതെ സമയം കളയാനും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാം എന്നുള്ളത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജാണ്. അതായത് മൊബൈൽ ഫോൺസ് ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറാറുണ്ട്. വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനിടയിലും ഒരു മെസ്സേജിൻ്റെ ടോൺ വന്നു എന്നുണ്ടെങ്കിൽ അത് ആരാണ് അയച്ചിരിക്കുന്നത്, എന്താണ് മെസ്സേജ് വന്നിരിക്കുന്നത് എന്നറിയാതെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ അതിൽ പോയി എടുക്കും, പിന്നെ അതിൽ നമുക്ക് കുറേ അധികം സമയം വേസ്റ്റ് ആയി പോകും. സോ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷനായി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ യൂഷ്വലി പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. അതായത് ഫുൾ ടൈം നമ്മൾ ഫോൺ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തലവേദന, കണ്ണിനുള്ള പ്രശ്നങ്ങൾ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാവാറുണ്ട്. അതേപോലെ നമ്മളിങ്ങനെ കുനിഞ്ഞ് നിന്ന് ഫോൺ കുറേ നേരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ ഈ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻസ്, ഫോണൊപ്പം അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയേഷൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാവാം, സ്ലീപ്ലെസ്നെസ് ഉണ്ടാവാം. അതായത് നമ്മളുടെ ഇതിൻ്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മൾ കൂടുതലായിട്ടും ഫോൺ നോക്കിയിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉറക്കം പോവാൻ ഇത് കാരണമാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉറക്കത്തിൽ നിന്ന് ഇടയിൽ ഒന്ന് ഞെട്ടി എണീറ്റു എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത് നോക്കുന്നത് എന്താണ്? ഫോണാണ്. സമയത്രയും അറിയാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് എടുത്ത് നോക്കുന്നതാവാം. അതിൻ്റെ ലൈറ്റ് തട്ടാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ഉറക്കത്തിലേക്ക് പോകാനുള്ള ടൈം എന്ന് പറയുന്നത് കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ഇത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയാസ് നല്ലതുമാണ്, അറ്റ് എ ടൈം തന്നെ അത് ഡിസഡ്വാൻറ്റേജുമാണ്. സോഷ്യൽ മീഡിയാസ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആയിരിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവരുടെ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. എന്നതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാടധികം ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലീക്കേജ് ഓഫ് ഇൻഫർമേഷനുള്ള ചാൻസസ് ഇസ് വെരി ഹൈ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസിറ്റീവുമാണ് നെഗറ്റീവുമാണ്. അതായത് ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് കുറേ അധികം കാര്യങ്ങൾ അതിലൂടെ ചെയ്യാൻ പറ്റും. എന്നാൽ അതിൻ്റെ നെഗറ്റീവ് സൈഡ്സും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എഡ്വാർഡ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. 2 ഇൻഡസ്ട്രികളാണ് അവരുടെ കസ്റ്റമേഴ്സിനെ യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മളുടെ ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലെയുള്ള ഇൻഡസ്ട്രീസിൽ വരുന്ന ആൾക്കാർ അതിൻ്റെ യൂസേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ യൂസേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. രണ്ടാമത്തെ ഇല്ലീഗൽ ഡ്രഗ്സ് ഒക്കെ വെക്കുന്ന ഇൻഡസ്ട്രിയും അവരുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് വിളിക്കാറ്? യൂസേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഇത് രണ്ടും അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലുള്ള ഇൻഡസ്ട്രികളാണ്. ഇനി എന്താണ് മൊബൈൽ അഡിക്ഷൻ? മൊബൈൽ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും മൊബൈൽ അഡിക്ഷൻ അല്ല. നമ്മൾ ആവശ്യത്തിനാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്തായിട്ട് മാറില്ല, മൊബൈൽ അഡിക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മൊബൈൽ അഡിക്ഷൻ എന്നുള്ളത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈലിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക. അതായത് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു വെപ്രാളം, മൊബൈൽ യൂസ് ചെയ്യാതെ പറ്റില്ല, ഒരു 2 സെക്കൻഡ് മൊബൈൽ കയ്യിൽ നിന്ന് മാറുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ്, എവിടെ എൻ്റെ മൊബൈൽ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് അറിയില്ല, അങ്ങനെ ഒരു ടെൻഷൻ വരിക, അതൊക്കെയാണ് മൊബൈൽ അഡിക്ഷൻ കാര്യങ്ങളായിട്ട് നമുക്ക് പറയുന്നത്. അതേപോലെ ഈ മൊബൈലിൻ്റെ യൂസ് കൂടി വരുന്നു, നമ്മുടെ സ്ക്രീൻ ടൈം ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്നു. എത്ര ശ്രമിച്ചിട്ടും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കറിയാം നമ്മുടെ മൊബൈലിൻ്റെ യൂസ് കൂടി വരികയാണ് എന്നുള്ളത്, പക്ഷെ നമ്മൾ ശ്രമിച്ചിട്ടും അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. വെറുതെ ചെക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരിക, മൊബൈൽ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പറ്റാതിരിക്കുക. ഇങ്ങനെ ചുമ്മാ അവിടെ മൊബൈൽ ഇരിക്കുമ്പോഴും നമ്മളുടെ ഫോൺ റിങ് ചെയ്തില്ലേ, നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, ഒരു ടോൺ കേട്ട പോലെ തോന്നിയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുക. നമുക്ക് ഈ മൊബൈൽ ഫോൺ യൂസ് കൊണ്ട് എന്തെങ്കിലും പേഴ്സണലോ ഹെൽത്ത് ഇഷ്യൂസോ ഉണ്ടായിട്ടും നമുക്കത് ഉപയോഗം നിർത്താൻ പറ്റാതിരിക്കുക. നമുക്കറിയാം ഫോൺ കൂടുതൽ നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരും എന്നുള്ളത് അറിഞ്ഞിട്ടും എനിക്കതിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക. ഞാൻ വീണ്ടും വിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് തേച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് വീണ്ടും ഞാൻ ഫോണിൽ തന്നെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. അപ്പോൾ എന്തുകൊണ്ടാണ് മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവുന്നത്? മൊബൈൽ അഡിക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, എന്തുകൊണ്ടാണ് അഡിക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രായക്കാരിൽ മാത്രം കാണുന്ന ഒന്നല്ല ഇപ്പോൾ. കാരണം എല്ലാവരും മൊബൈൽ യൂസേഴ്സ് ആണ്. കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ മുതൽ ടീനേജേഴ്സും മുതിർന്നവരും എല്ലാവരും മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉള്ള ആൾക്കാരാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനിയിപ്പോൾ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മൊബൈലിലേക്ക് അഡിക്റ്റഡ് ആയി പോകുന്നത്? കൊച്ചു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മൊബൈലിനോട് അഡിക്റ്റഡ് ആവുന്നത് എങ്ങനെയാണ്? അവരെ അങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മൊബൈൽ ഫോൺ വേണം. അവർക്ക് ആ കാർട്ടൂൺ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് ഇറങ്ങില്ല. അതായത് അങ്ങനെ കണ്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അമ്മമാർക്ക് കുറച്ച് സമയമില്ല, ജോലിക്ക് പോകുന്ന അമ്മമാരാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ടാവാം. ഓക്കെ, ജോലിക്ക് പോകുന്ന എല്ലാ അമ്മമാരും ഇങ്ങനെയാണെന്ന് ജനറലൈസ് ചെയ്ത് പറയല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ എന്തെങ്കിലുമൊക്കെ റീസൺസ് കൊണ്ട് കുട്ടികൾ വെറുതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഫോൺ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരുന്നോളും എന്നുള്ള ഒരു രീതിയിലേക്ക് കുട്ടികളെ അവരെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി അവർക്ക് പിന്നീട് എന്ത് വേണം? ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണോ അവർ പ്രോഗ്രാം കാണുന്നത് അത് വേണം. അത് ഏത് കാർട്ടൂൺ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ കാത്തു ആണെന്നുണ്ടെങ്കിലും ഡോറയാണെന്നുണ്ടെങ്കിലും എന്താണ് എന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു കാര്യം അങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ എന്തായിട്ട് മാറുന്നത്? മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിട്ട് മാറുന്നത്. ഇനിയിപ്പോൾ ടീനേജേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണ് എന്നുണ്ടെങ്കിലോ, അവർ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്കൊരു പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര ലൈക്ക് വന്നു, അതിൽ എത്ര കമൻറ്റ് വന്നു എന്നറിയാതെ ഒരു സമാധാനമില്ലാതിരിക്കുക. എന്ന് വെച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇത് പറയുന്നത് അതേ സെൻസിലെടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതിനെയൊക്കെ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടല്ല പറയുന്നത്. പക്ഷേ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇതിലൂടെയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പ്ലഷറബിൾ ആക്ടിവിറ്റിയാണ് അവർക്ക്. ഇപ്പം നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു പോസ്റ്റ് ഇടണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളൊരു കാര്യം ഇടുകയാണ്, അത് അത്രയും പേര് ലൈക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്ലഷറാണ്. ഓക്കെ, നമ്മൾ ഹാപ്പിയാണ് അതിൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യുന്നതുണ്ട്. പിന്നെ കുറേ അധികം ടീനേജേഴ്സ് മൊബൈൽ ഫോൺ അഡിക്റ്റ് ആവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ ലോൺലി ആണ്.
ബിക്കോസ് അവർക്ക് കുറച്ചുകൂടെ സംസാരിക്കാൻ ആരും ഇല്ല അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഫുൾ ടൈം എന്ത് ചെയ്യും, ഫോണിൽ തന്നെ ഇരിക്കും. കാരണം എല്ലാവരും ബിസിയാണ് അവരവരുടെ ലൈഫിൽ എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാനില്ല, വേറൊന്നിലേക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ അവർക്ക് കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ മുതിർന്നവരാണെന്നുണ്ടെങ്കിലും അവർക്കൊരു സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള ഒരു വേ ആണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ബിക്കോസ് അവർ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കാം എന്ന് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോൺ എടുത്ത് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. ബിക്കോസ് വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു എന്നും പറഞ്ഞ് മൊബൈൽ യൂസ് ചെയ്ത് അതിന് അഡിക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ട്. സോ ഇന്ന പ്രായക്കാർ മാത്രമേ മൊബൈൽ അഡിക്ഷൻ ഉള്ള ആൾക്കാരുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും എന്തിന് അഡിക്റ്റഡ് ആയി പോവാം, മൊബൈലിന് അഡിക്റ്റഡ് ആയി പോകാനുള്ള ചാൻസസ് ഹൈ. ഇനി മൊബൈൽ ഫോൺ അഡിക്ഷൻ കൊണ്ട് എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക? കുറേയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നട്ടൽ വളയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാം. ബിക്കോസ് നമ്മൾ ഫോൺ നോക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ വളഞ്ഞ് കുത്തിയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയാണ്. നമ്മൾ മര്യാദയ്ക്കൊക്കെ ഇരിക്കുമോ? ഇല്ല. ചെയറിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ടൊക്കെ ഇരിക്കാതെ കാലൊക്കെ അപ്പുറത്തേക്കൊക്കെ ഇരുന്ന് ഫോൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ജനറേഷനാണ് നമ്മളുടെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് അല്ല നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഒബ്വിയസ്ലി നമ്മളിങ്ങനെ വളഞ്ഞ് കുത്തി പിടിച്ചിരുന്നിട്ടൊക്കെ ഫോൺ നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നട്ടൽ വളയാനുള്ള സാധ്യതകൾ 1-2 ദിവസം ഇരുന്നുകൊണ്ട് നട്ടൽ വളഞ്ഞു പോകും എന്നല്ല പറയുന്നത്. കുറേയൊക്കെ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറേ കാലങ്ങളോളം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. അതേപോലെ മയോപ്പിയ വരാനുള്ള സാധ്യതയുണ്ട്, അതായത് സമീപ കാഴ്ച, നമ്മളുടെ ഐ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകൾ. നമ്മളുടെ ഡോപ്പമൈൻ ലെവലിനെ ഇത് അഫക്റ്റ് ചെയ്യും. ഡോപ്പമൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹാപ്പി ഹോർമോണാണ്. അതായത് നമ്മൾ ഈ സീരിയൽസ് ഒക്കെ പോലെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നത് പോലെ നമ്മൾ ഈ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറേയധികം ലൈക്ക് വരുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നു. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഡോപ്പമൈനിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ തവണ നമ്മളൊരു പോസ്റ്റ് ഇട്ടു, ഒരു 100 ലൈക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ആയി എന്ന് വിചാരിക്കും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, 100 ലൈക്കൊക്കെ കിട്ടിയല്ലോ, എനിക്ക് 100 ലൈക്ക് കിട്ടി, എൻ്റെ പോസ്റ്റ് എല്ലാവരും കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 ലൈക്കിൽ നമ്മൾ ഒരിക്കലും സംതൃപ്തരാവില്ല. 100 ലൈക്കല്ലേ ഉള്ളൂ, എന്തുകൊണ്ട് കൂടുന്നില്ല എന്നായിരിക്കും നമ്മളുടെ ഒരു തിങ്കിങ് വരുന്നുണ്ടായിരിക്കുക. സോ സെയിം സാധനം, നമ്മളെ ഹാപ്പി ആക്കിയ സെയിം സാധനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഹാപ്പി ആക്കാതെ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. സോ ഡോപ്പമൈൻ ലെവൽസിനെ ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ബുക്ക് റീഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും. കാരണം ഇപ്പോൾ നമുക്ക് ഈ ബുക്സ് എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ അതിലൊക്കെ ഇങ്ങനെ വായിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളുടെ ബുക്ക് റീഡിംഗ് ഹാബിറ്റ്സും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് കുറയും. മുന്നേ പറഞ്ഞതുപോലെ നമ്മളുടെ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 30 മിനിറ്റ് മുന്നേ എങ്കിലും നമ്മൾ സ്ക്രീൻ ടൈംസ് ഒക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് പോലുള്ള സ്ക്രീൻസ് ഒക്കെ ഒഴിവാക്കണം എന്നാണ് പൊതുവെ പറയാറുള്ളത്. സോ അങ്ങനെയുള്ള ഉറക്കക്കുറവിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ടാവാം. സോ റീസെൻറ്റ് സ്റ്റഡി പ്രകാരം നമ്മളുടെ തലച്ചോറിൻ്റെ ഘടന തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മൊബൈൽ ഫോൺസ് അഡിക്ഷൻസും കാര്യങ്ങളും. മൊബൈൽ ഫോൺസ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ അഡിക്ഷൻസും കാര്യങ്ങളും എല്ലാം കൊണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ കുറച്ചുകൂടെ ഡിപ്രസ്ഡ് ആവാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആങ്സൈറ്റി ഇഷ്യൂസ് വരാനൊക്കെ മൊബൈൽ ഫോൺസിൻ്റെ യൂസും ഒരു കാരണമാണ്. ഞാൻ പറയുന്നത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഡിപ്രസ്ഡ് ആയി അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസ് വന്നു എന്നല്ല, ഇതും അതിന് ഒരു കാരണമായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എന്താണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ, മൊബൈൽ ഫോണിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ എന്താണ്, എങ്ങനെയാണ് നമ്മൾ അഡിക്റ്റഡ് ആവുന്നത്, അഡിക്റ്റഡ് ആയാലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ അഡിക്ഷൻ എങ്ങനെ മാറ്റാം എന്നുള്ളതാണല്ലോ നമ്മൾ ആക്ച്വലി നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം, എങ്ങനെയാണ് നമുക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റാനായിട്ട് പറ്റുക. ആദ്യത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളുടെ ടൈം ഫിക്സ് ചെയ്യുക, നമ്മളുടെ സ്ക്രീൻ ടൈം നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്ര നേരം നമുക്ക് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാം, അത് ഇന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യില്ല, എൻ്റെ സ്ക്രീൻ ടൈം ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക എന്നല്ല. നെസസറി ആണ് എന്നുണ്ടെങ്കിൽ എടുക്കുക, പക്ഷേ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത ടൈമിന് ശേഷം യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ നമ്മളുടെ സ്ക്രീൻ ടൈം നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. അതായത് എത്ര നേരമാണ് നമ്മളുടെ സ്ക്രീൻ ടൈം വരുന്നത്, അതിന് ആപ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ കറക്റ്റായിട്ട് എത്രയാണ് നമ്മുടെ സ്ക്രീൻ ടൈം വരുന്നത്, അത് ഒരുപാട് കൂടുതലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക.
ദെൻ മൂന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്തോ അൺലെസ് നോട്ട്സ് നമ്മളുടെ ഫോണിലല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോൺസ് മാറ്റി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കൊറോണ ഒക്കെ വന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും വർക്ക് ചെയ്യുന്നതേ ഫോണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അവർക്ക് ഇത് ഒരിക്കലും പോസിബിൾ ആവില്ല. പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺസ് മാറ്റി വെച്ചിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോ വിത്ത് ആൻ എയിം ആണ്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഫോൺ എടുത്തത് അതിനുവേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് അതവിടെ തിരിച്ചു വെക്കുക. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെയാണ്. പിന്നെ എങ്ങാനും ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറി എന്ന് പറഞ്ഞാൽ സ്ക്രോളിങ് തന്നെ. സോ അങ്ങനെ പോവാതെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ച ആ മൊബൈൽ ഫോൺ നമ്മളിപ്പോൾ കയ്യിലെടുത്തിട്ടുള്ളത് ആ കാര്യം കംപ്ലീറ്റ് ചെയ്യുക, അതവിടെ മാറ്റി വയ്ക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ആവാവുന്നതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻസ് നെസസറി ആയിട്ടുള്ളതിനെ മാത്രം ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കടകടാന്ന് സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്താണത് വന്നിട്ടുള്ളത് എന്നറിയാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷയിൽ ക്യൂരിയോസിറ്റിയിൽ നമ്മളതെടുത്ത് നോക്കും. പിന്നീട് അതിൻ്റെ പുറകെ നമ്മൾ പോകും, നമ്മളുടെ പഠിത്തമൊക്കെ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും എന്നൊക്കെയാണ് സംഭവിക്കാറുള്ളത്. സോ നെസസറി ആയിട്ടുള്ള ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻസ് മാത്രം ഓൺ ചെയ്ത് വെക്കുക. അൺനെസസറി ആയിട്ടുള്ള ഈ പരസ്യങ്ങളൊക്കെ വരുന്ന ചുമ്മാ ആഡുകളൊക്കെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ആയിട്ടിരുന്ന ആപ്പുകളൊക്കെ ഉണ്ട്. സോ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാവുന്നതാണ് സെറ്റിങ്സിൽ പോയിട്ട്. സോ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് മാത്രം ഓൺ ചെയ്ത് വെക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് കുറച്ച് വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കൺസെപ്റ്റിൽ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ നീ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണ് മിസ്സേ എന്നൊക്കെ പറയും. എന്താണ് ഈ വെറുതെ ഇരിക്കൽ? വെറുതെ ഇരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഈ വെറുതെ ഇരിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ സിംപ്ലി നിങ്ങളൊന്ന് വെറുതെ ഇരിക്കാൻ ശ്രമിച്ചു നോക്കുക. ചുമ്മാ ഇരിക്കുക, ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ സംസാരിച്ചിട്ടൊക്കെ ചുമ്മാ ഇരിക്കുക. അങ്ങനെ മൊബൈലില്ലാതെ ചുമ്മാ ഇരിക്കുക എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കുകളൊക്കെ എടുത്ത് വായിക്കുക, ഒറിജിനലി ഫോണിലല്ലാതെ നമ്മളുടെ കയ്യിലുള്ള ഫിസിക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകളൊക്കെ എടുത്ത് വായിക്കുക. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ആകാശമൊക്കെ നോക്കി, ചുമ്മാ ചെടിയും മരങ്ങളൊക്കെ നോക്കി, വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം ഫോണില്ലാതെ ചുമ്മാ ഇരിക്കാൻ ശീലിക്കുക. അടുത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൈസായിട്ട് ഫോൺ യൂസ് ചെയ്യുക. അതായത് റെസ്പോൺസിബിൾ ആയിട്ട് ഫോൺ യൂസ് ചെയ്യുക. നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുക. അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഈ ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ പുറകെ പോകുന്നത്. സോ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോണിൻ്റെ യൂസ് കുറച്ചുകൂടെ നമുക്ക് കുറയ്ക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ കുറച്ചുകൂടെ കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷനിൽ നമുക്ക് പുറത്ത് വരാനായിട്ട് പറ്റും. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത് എന്ന് പറയാനല്ല ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വരെ ഫോണിലായിരിക്കും. സോ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് എല്ലാം അഡിക്ഷൻ അല്ല. എന്നാലും നമ്മളുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെ ആണെന്നുണ്ടെങ്കിലും ബാധിക്കുന്ന തരത്തിൽ നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അഡിക്ഷനാണ്. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മളുടെ തന്നെ ആവശ്യമാണ്. സോ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. Okay, so see you in our next video. Mahalo.